രാജീവ്, പ്ലീസ് ഹെൽപ്പ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മാത്യൂസ്? യെസ്, പറയൂ, എന്തു പറ്റി? എന്റെ ഹസ്ബൻഡ് മാത്യൂസ് സച്ചിയുടെ പഴയ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. പണം തരാനുള്ളത് ആരാണെന്ന് ഓർത്ത് നോക്കിയാ മതി. എനിക്കങ്ങനെ പണം തരാൻ ആരുമില്ല. ഇത് ആരുടെ വീടാ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാ. മാത്യു സാർ വിളിച്ചായിരുന്നു. സാറ് പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാ താക്കോല്. ഒന്ന് ഓർത്ത് നോക്കിയേ. അന്ന് നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞൊരു സുഹൃത്തില്ലേ? കുറച്ചുനാള് നിങ്ങളൊക്കെ അവിടെ താമസിക്കുകയും ചെയ്തായിരുന്നു. അത് മാത്യൂസ് അല്ലേ? അതെ, അത് തന്നെ, മാത്യൂസ് തന്നെ. അല്ല, ഈ മാത്യൂസും ആയിഷയും തമ്മില് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഞങ്ങളുടേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഓ, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ ആരോടും പറഞ്ഞു നടക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. മാത്യൂസിന്റെ നമ്പർ എൻ്റെ ഒന്നും നഷ്ടമായി. എനിക്ക് അവനെ ഒന്ന് വിളിച്ചു തരുമോ? ഈശ്വര, കുടുങ്ങിയല്ലോ. എന്ത് ചെയ്യും? ആരെ വിളിക്കും? അവനോട് സംസാരിച്ചിട്ട് കുറേ നാളായി. ഒന്ന് വിളിച്ചു തരുമോ പ്ലീസ്? വിളിക്കുമോളെ. ഒരാപത്ത് സമയത്ത് ഞങ്ങളെ സഹായിച്ച ആളല്ലേ, വിളിക്കുമോളെ. ഹലോ. ഹലോ മാത്യൂസ്, ഞാൻ സച്ചിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. മാത്യൂസോ? അർച്ചനയ്ക്ക് ഇതെന്ത് പറ്റി? രാജീവ്, പ്ലീസ് ഹെൽപ്പ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മാത്യൂസ്? യെസ്, പറയൂ, എന്തു പറ്റി? എന്റെ ഹസ്ബൻഡ് മാത്യൂസ് സച്ചിയുടെ പഴയ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അന്ന് നെല്ലിശ്ശേരിയിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നപ്പോ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ പറയേണ്ടി വന്നു ഇവർക്ക് മാത്യൂസിന് ഓർമ്മ വരാനായിട്ട്. എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? സച്ചി ഉണ്ടോ അടുത്ത്? ഉണ്ട്. എന്താ, കൊടുക്കണോ? ശരി, സച്ചിക്ക് ഫോൺ കൊടുക്ക്, അത് ഞാൻ ഡീൽ ചെയ്തോളാം. ശരി. ദാ മാത്യൂസ് ഉണ്ട് ലൈനിൽ, സംസാരിക്കാം. ഹലോ മാത്യൂസേ. എന്താടാ സച്ചി, നീ എന്നെ മറന്നോയോ? മാത്യൂസേ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടിപ്പോ ഏതാണ്ട് 10 വർഷത്തോളമായി. അതെ അതെ, അവസാനമായി സംസാരിച്ചത് അന്ന് ആ വീടിന്റെ കാര്യം സംസാരിക്കാനാ. നിന്റെ വീട്ടിൽ നിന്ന് മാറുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ആ സമയത്തെ ഞാനും ആയിഷയും തമ്മിലുള്ള കല്യാണം നടന്നു. മാരേജ് കുറച്ച് കോൺട്രവേഴ്സി ആയതുകൊണ്ട് നാടുമായിട്ട് കുറച്ചുനാൾ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമേ. എനിക്ക് മനസ്സിലായി. അല്ല, ഇപ്പൊ നീ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്? അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ 2 മാസം കഴിയുമ്പോൾ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാം. എടാ, നിന്റെ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ടടാ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് കണ്ട് ചിരിച്ച് മാത്രം പോകാനുള്ളവരല്ല. ഒരു അത്യാവശ്യം വന്നാൽ പരസ്പരം സഹായിക്കാനുള്ളവരാണ്. നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐഷയുടെ പറഞ്ഞാൽ മതി. പിന്നെ 2 മാസം കഴിഞ്ഞ് വരുമ്പം നമുക്കൊന്ന് കൂടണം, അടിച്ച് പൊളിക്കണം. ശരി, ഫോൺ ഞാൻ ആയിഷയ്ക്ക് കൊടുക്കാം.
ദാ, ഹലോ. ഡോ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി. ഇപ്പോ സച്ചിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. മാത്യൂസുമായി ബന്ധമില്ലാതായിട്ട് ഇത്രയും വർഷമായില്ലേ, അതുകൊണ്ടാ പെട്ടെന്ന് ഓർക്കാതിരുന്നേ. അല്ല, നിങ്ങളുടെ കല്യാണം വലിയ കോൺട്രവേഴ്സി ആയിരുന്നു എന്ന് അവൻ പറഞ്ഞു. ശരിക്കും എന്താ സംഭവിച്ചത്? ആയിഷയുടെ വീട് എവിടെ? ഇനി ഇവിടെ നിന്നാ ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അതിനൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല. നിങ്ങളുടെ വിവാഹം ശരിക്കും എങ്ങനെ നടന്നേ? അതൊക്കെ ഇനി ഒരിക്കൽ പറയാം. ഇപ്പോ എനിക്ക് അല്പം ധൃതിയുണ്ട്. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. അമ്മ, എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. പറഞ്ഞില്ലേ, ഇനി ഒരു ദിവസം അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ ഞാൻ വരാം. അമ്മയുടെ കൈപുണ്യം വളരെ ഫേമസാ. എനിക്കറിയാം. അതെങ്ങനെ? അതൊക്കെ മാത്യൂസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സച്ചി പറഞ്ഞു കൊടുത്തതായിരിക്കും അല്ലേ? എന്തായാലും മോൾ ഇനിയും വരണം. വരാം അമ്മ. മോളെന്തിനാ നടന്നു പോകുന്നത്? സച്ചി കൊണ്ടുവിടും. മോനെ, നീ എന്നാ ആയിഷയെ കൊണ്ടുവിട്ടിട്ട് വാ. അതിനെന്താ, ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട, എനിക്ക് പോകുന്ന വഴിക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ സച്ചിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പോയിക്കോളാം. ശരി എന്നാ. ശരി ശരി. എന്നിട്ട് സച്ചി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, സമാധാനമായിട്ടാ സംസാരിച്ചത്. അല്ല, എന്തിനാ സച്ചി വന്നത്? അർച്ചനയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണമെന്ന് പറയാനാ അയാൾ വന്നത്. കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചു, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. സച്ചി എന്നോടും വളരെ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? അർച്ചനയെ തിരിച്ചു കിട്ടാൻ സാറിനെതിരെ ഒരു കേസ് കൊടുക്കുന്നതിനെ പറ്റിയാ സച്ചി എന്നോട് സംസാരിച്ചത്.